ഹലോ, എല്ലാവർക്കും ടേക്ക് ഇറ്റ് ഈസിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഡിസ്കസ് നൗൺസ് ടുഡേ. അപ്പോൾ എന്താ നൗൺസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വളരെ ചെറിയ ക്ലാസ്സാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്താണ് നൗൺസ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ. ഓക്കെ, അപ്പോൾ എന്താ നൗൺസ് എന്ന് പറഞ്ഞാൽ, noun is a word that refers to a person, a place, a thing, an animal, a quality or an idea. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ സാധനത്തെയോ പിന്നെന്താ ഒരു മൃഗത്തെയോ ജീവിയെയോ ഒക്കെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോ ഒരു ഐഡിയനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് പറയുന്നത് ബേസിക്കലി നെയിമിങ് വേർഡ്സ് ആണ് അല്ലേ. നമ്മളൊരു സാധനത്തെയോ സ്ഥലത്തെയോ ഒക്കെ നെയിം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരുകൾ, നിങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞു നോക്കിയേ. കാവ്യ, അർജുൻ, മഞ്ജു, ദിലീപ്, ഓക്കെ, അതൊക്കെ എന്താണ്, ഒരു വ്യക്തിയുടെ പേരാണ്. അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു പ്ലേസ്, ഡൽഹി, ബാംഗ്ലൂർ, പിന്നെ അല്ലെങ്കിൽ സ്കൂൾ, പിന്നെ പാർക്ക്, ഗാർഡൻ, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, അത് ഒക്കെ എന്താണ്, ഒരു നൗൺ എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ സാധനങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ടേബിളും ബോളും, പിന്നെ എന്താ അതുപോലെ കട്ടിൽ അല്ലേ, ടേബിൾ, ബോൾ, ദെൻ വാട്ട്, ചെയർ, അതൊക്കെ ഇതിലൊരു പെൻ, പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും ആ പറയുന്ന പദമാണ് അതിൻ്റെ നൗൺ അല്ലെങ്കിൽ നെയിമിങ് വേർഡ്. ഓക്കെ, ദാറ്റ്സ് നൗൺസ്. ഓക്കെ, പിന്നെ ആനിമൽ വരും, ക്വാളിറ്റി വരും, ഐഡിയ വരും. ഓക്കെ ഓക്കെ നൗൺസിൽ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ അതിലേതൊക്കെയാണ്, ഇപ്പം മദർ, ഫാദർ, ബ്രദർ, സിസ്റ്റർ, പിന്നെ എന്താ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അങ്കിൾ, ആണ്ട്, പിന്നെ നോക്കൂ ടീച്ചർ, ഡോക്ടർ, പോലീസ്, എൻജിനീയർ, ഫാമർ, ആർട്ടിസ്റ്റ്, ഓക്കെ, പിന്നെ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, അത്ലറ്റ്, പിന്നെ നിങ്ങൾ മക്കൾ, സ്റ്റുഡൻസ്, അതൊക്കെ എന്തായിട്ട് വരും, ഒരു പേഴ്സൺ. നൗൺസിൽ പേഴ്സണിന് എക്സാമ്പിളാണ്. ഓക്കെ, നമ്മുടെ ഓരോ പ്രൊഫഷനും നമ്മുടെ ജോലികളുടെ ഒക്കെ പേര് പേഴ്സൺ. നൗൺസിൽ പേഴ്സൺസ് എന്നുള്ള വിഭാഗത്തിൽ വരുന്നവയാണ് നമ്മുടെയൊക്കെ ജോലികൾ. അപ്പോൾ എല്ലാ ജോലികളും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുകയോ, പിന്നെ അതൊക്കെ ഇതിൽ വരും, നമ്മുടെ പേഴ്സൺസ്. നൗൺസിലെ പേഴ്സൺ എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. ഓക്കെ ഓക്കെ നിങ്ങളൊരു ലിസ്റ്റ് ആയിക്കോളൂ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതിന് പുറമെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങളൊരു ചെറിയ ലിസ്റ്റ് ആക്കൂ. ദെൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നൗൺസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ അല്ലേ. വെൻ യു ആർ ഗോയിങ് ടു സ്കൂൾ, നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ലൈക്ക് നമ്മൾ കാണുന്ന ഒരു ഷോപ്പ് കീപ്പർ, അതൊരു നൗണാണ്. ഓൺ ദ വേ നമ്മൾ ഷോപ്പ് കീപ്പർ കണ്ടു. ഓക്കെ, ഓൺ ദ വേ നമ്മൾ പോകുമ്പോൾ ഒരു ചെരുപ്പ് നന്നാക്കുന്ന ആളെ കണ്ടു, കോബ്ലർ, അതൊരു നൗണാണ് അഗെയിൻ. ഓക്കെ, നമ്മൾ പോകുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്, അതിൻ്റെ ഓട്ടോ ഡ്രൈവർ, അങ്കിൾ, ഓട്ടോ ഡ്രൈവർ ഈസ് എ നൗൺ. നെഗിൻ അങ്കിൾ, ഓട്ടോ ഡ്രൈവർ ഈസ് എൻ അങ്കിൾ അല്ലേ, ആ അങ്കിൾ അതൊരു നൗണാണ്. ദെൻ നമ്മൾ സ്കൂളിലെത്തി, സ്കൂൾ ഈസ് എ നൗൺ. സ്കൂളിലെത്തി കഴിഞ്ഞാൽ ടീച്ചർ ഒരു നൗണാണ്. യുവർ ഫ്രണ്ട്സ്, അവരുടെ ഒക്കെ പേരുകൾ ഓർത്ത് വയ്ക്കുക, അതൊക്കെ നൗൺസാണ്. മനസ്സിലായല്ലോ. സോ നൗൺസ്, അതിൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിൽ വരും. ഓക്കെ, അപ്പോൾ അടുത്തത് പ്ലേസ്. ഓക്കെ, സ്ഥലങ്ങൾ, പ്ലേസ് അല്ലേ. അതിലെന്തൊക്കെ വരും, ഇന്ത്യ ഒരു സ്ഥലമാണ്, ഇറ്റ്സ് എ കൺട്രി അല്ലേ. ഇന്ത്യ ഈസ് മൈ കൺട്രി. പിന്നെ കേരള, ഇറ്റ്സ് മൈ സ്റ്റേറ്റ്. ദെൻ യു ഗോ ടു കർണാടക, ബാംഗ്ലൂർ, കൊച്ചിൻ, ചെന്നൈ, ഹൈദരാബാദ്, അങ്ങനെയുള്ള സ്ഥലപ്പേരുകൾ, നമ്മുടെ നാട്ടിലെ സ്ഥലപ്പേരുകൾ ഓർത്ത് നോക്കി, ഓരോ സ്ഥലപ്പേരുകളും അതൊക്കെ നൗൺസിൽ പ്ലേസസ് ആണ്. ദെൻ എഗെയിൻ, ഇപ്പം നിങ്ങൾ എവിടെയാണ് പോകുന്നത്, വേ ആർ യു ഗോയിങ്, ഐ എം ഗോയിങ് ടു സ്കൂൾ. അപ്പം ഞാനവിടെ സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ സ്കൂൾ എന്നുള്ളത് എന്താണ്, ഒരു നൗണാണ്. പിന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്, ഐ എം ഗോയിങ് ടു ദ പോസ്റ്റ് ഓഫീസ്. സോ പോസ്റ്റ് ഓഫീസ് ഇസ് അഗെയിൻ എ നൗൺ. ദെൻ ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്. വേ ആർ യു ഗോയിങ്, ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്. സോ മാർക്കറ്റ് ഈസ് എ നൗൺ. പിന്നെ അപ്പോൾ നമ്മൾ വൈകുന്നേരം കളിക്കാൻ പോവുകയാണ്, അപ്പോൾ ചോദിക്കുകയാണ് കുട്ടികളോട്, വേ ആർ യു ഗോയിങ്, അപ്പോൾ പറയാണ് ഐ എം ഗോയിങ് ടു ദ പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട് ഈസ് എ നൗൺ. പിന്നെ ലൈബ്രറി, ഐ എം ഗോയിങ് ടു ദ ലൈബ്രറി. സോ ലൈബ്രറി ഈസ് അഗെയിൻ എ
an example for a place. Okay. അപ്പം ഇത് മാത്രമല്ല, ഓക്കെ, ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമ്മളിപ്പം കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞു. ഇനി അല്ലാണ്ട് ഇപ്പം നമ്മൾ പറയാണ് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുമ്പോൾ കൺട്രി എന്നുള്ളത് ഒരു നൗണാണ്. ഇറ്റ്സ് എ പ്ലേസ് അല്ലേ. ഒരു കൺട്രി എന്ന് പറയുന്നത് ഒരു നൗണാണ്. കേരള ഈസ് മൈ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്നുള്ള വേർഡ് നൗൺ എക്സാമ്പിളാണ്. ദെൻ സിറ്റി. ബാംഗ്ലൂർ ഇസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. സോ സിറ്റി എന്ന് പറയുന്നത് ഒരു നൗണാണ്. ദെൻ ഹൗസ്. വാട്ട്സ് യുവർ ഹൗസ്? യെസ്, ദാറ്റ്സ് മൈ ഹൗസ്. ആ ഹൗസ് എന്ന് പറയുന്ന ഒരു നൗണാണ്. ഹോം അതൊരു നൗണാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ്. നൗൺസിൽ പ്ലേസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി ഒബ്ജക്ട്സ്. നൗൺസിൽ ഒബ്ജക്ട്സ്. ഓക്കെ. അതിലേതൊക്കെയാണ് വരിക? എല്ലാ ഒബ്ജക്ട്സും അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള, നമ്മൾ കാണുന്നതായിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും, എല്ലാ സാധനവും, തിങ്സ് ഒക്കെ അതിൽ വരും, നൗണാണ്. ടേബിൾ, ചെയർ, coat, then what? Pencil, pen, book, board, bat, car, എല്ലാ വെഹിക്കിൾസും, ജീപ്പ്, ബൈസിക്കിൾ, ട്രൈസിക്കിൾ, then what? ഓട്ടോ റിക്ഷ അല്ലേ. ഐസ്ക്രീം, എല്ലാ ഫുഡ് ഐറ്റംസും, ഐസ്ക്രീം, ബിരിയാണി, ചിക്കൻ, മട്ടൻ, വാട്ട് എവർ യു ഈറ്റ്, അതൊക്കെ ഇതിൽ വരും, നൗൺസാണ്. ദെൻ ക്ലോക്ക്, ബലൂൺ, ഓക്കെ, ഇതൊക്കെ നൗൺസാണ്. അടുത്ത് നോക്കൂ, ലിവിങ് തിങ്സ് അല്ലേ. അതിൽ ആനിമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ് ഒക്കെ വരും. ട്രീ ഒരു ലിവിങ് തിങ് ആണ്. അത് ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇറ്റ്സ് എ ലിവിങ് തിങ്, ഇറ്റ്സ് എ നൗൺ. പിന്നെ ഫിഷ്, ബ്ലൂ വെയിൽ, ആൻറ്റ്, ബട്ടർഫ്ലൈ, പിന്നെ വേംസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ, ചെറിയ ചെറിയ പ്രാണികൾക്ക്, മണ്ണര പോലെ ചെറിയ ചെറിയ പ്രാണികൾ, പുഴുക്കൾക്കൊക്കെ പറയുന്നതാണ് വേംസ്. ഓക്കെ. അതുപോലെയുള്ള ചെറിയ ഇൻസെക്ട്സ് മുതൽ എല്ലാ സാധനങ്ങളും നൗണാണ്. ഓക്കെ. സ്നേക്ക് ആൻഡ് വലിയ എലിഫൻറ്റ് നോക്കിയാൽ. സോ എവ്രിതിങ് ഈസ് നൗൺ. ഇനി നോക്കൂ, ക്വാളിറ്റീസ്. ഒരു മനുഷ്യനുള്ള എല്ലാ ക്വാളിറ്റീസും നൗണിൽ വരും. ഓക്കെ. നല്ല ലിസണറാണ്, ഓക്കെ, നല്ല ശ്രദ്ധയുള്ള ആളാണ്, ലിസണർ, ഇറ്റ്സ് എ നൗൺ. enthusiasm, bravery, honest, intelligence, പിന്നെന്താ, loyalty, bravery, patience, confidence, dedication, determination, discipline, care, kind, ഇതൊക്കെ നൗൺസ് ആണ്. ഓക്കെ. നിങ്ങൾക്കുള്ള ഓരോ ക്വാളിറ്റീസും, വാട്ട് എവർ ക്വാളിറ്റീസ് യു ഹാവ്, ഓക്കെ, അതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ നൗൺസ്. ഓക്കെ. Now we come to feelings, emotions and ideas. നമ്മുടെ ഫീലിങ്സ്, എന്തൊക്കെ ഫീലിങ്സ് ഒരു മനുഷ്യനുണ്ടാവുക? ദേഷ്യം അല്ലേ, ആങ്കർ, ഹാപ്പിനെസ്, സന്തോഷം, ദെൻ ലവ്, ഫ്രീഡം, ജസ്റ്റിസ്, ഈക്വാലിറ്റി, ക്രിയേറ്റിവിറ്റി, ഹോപ്പ്, ട്രൂത്ത്, നോളജ്, ആംബിഷൻ, ഇന്നോവേഷൻ, അങ്ങനെ സോ ഓൺ, ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫീലിങ്സ്, ഇമോഷൻസ്, ഐഡിയാസ് ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും ഏതിൽ വരും? ഒരു നൗണാണ്. ഓക്കെ. അപ്പോൾ ഈ വേർഡ്സൊക്കെ നമ്മൾ പഠിച്ച് വെക്കുക എന്നുള്ളതാണ് മക്കളെ. 2-3 പ്രാവശ്യം ഈ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ, ഈ വേർഡ്സൊക്കെ കാണുമ്പോൾ നമുക്ക് അടുത്ത ഒരു സെൻറ്റൻസ് കിട്ടുമ്പോൾ ഇതൊരു നൗണാണല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് കത്തും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊരു ഈ വേർഡ്സൊക്കെ കുറേ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കുക മനസ്സിൽ. വീഡിയോ കണ്ട് വെറുതെ കണ്ട് ഒഴിവാക്കാണ്ട് 2-3 പ്രാവശ്യം ഈ വേർഡ്സൊക്കെ നമ്മുടെ മനസ്സിൽ പറഞ്ഞു നോക്കുക. ഓക്കെ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നൗൺസായിട്ട് വരുന്ന വേർഡ്സാണ്. ഓക്കെ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കിതെല്ലാം ഓർമ്മയിൽ വരും. സോ അപ്പോൾ അത്രയാണ് നൗൺസിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസ്. ഓക്കെ. ഇത് ശരിക്കും ഒരു ബേസിക് ക്ലാസ് മാത്രമാണ്. പക്ഷേ ഇത്രയല്ല, ഇനിയും നൗൺസ് എന്ന് പറഞ്ഞാൽ വലിയ വൈഡ് സെക്ഷനാണ് ആക്ച്വലി. നൗൺസ് കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ പഠിക്കാം. ഇപ്പോൾ ഇതിൽ ഇത്രയും മാത്രം നിങ്ങൾ കാണുക. എന്താണ് നൗൺ എന്ന് കണ്ടു, അത് പേഴ്സൺ, അങ്ങനെ നമ്മൾ ഒബ്ജക്ട്സ്, അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതൊക്കെ ഏതൊക്കെയാണ് നൗൺസ് വരിക നമ്മൾ കണ്ടു. ഓക്കെ. ഇന്ന് നമ്മൾ എടുത്ത ഈ ക്ലാസ്സിൻ്റെ ബേസിൽ, ഓക്കെ, ആ ക്ലാസ്സിൻ്റെ ബേസിൽ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഈ തന്ന 10 ക്വസ്റ്റ്യൻസിൻ്റെ അകത്തു നിന്നുള്ള നൗൺസ് ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. മനസ്സിലായാലോ? അത് നിങ്ങളൊരു കടലാസിൽ എഴുതി വെക്കുക.
അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ തന്നെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യും. ഇനിയല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു കടലാസിൽ എഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആരോടെങ്കിലും, ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടാവും അല്ലേ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരോട് ചോദിക്കുക, ഞാനിങ്ങനെ എഴുതിയതാണ്, ഇത് കറക്റ്റാണോ, ഇത് നൗൺ ആണോ, ഈ സെൻറ്റൻസിനകത്തുള്ള ഇത് നൗൺ ആണോ എന്നുള്ളത് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ച് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അവസാനം നെക്സ്റ്റ് പേജിൽ ഞാനൊരു മെയിൽ ഐ ഡി തരുന്നുണ്ട്. നിങ്ങൾ എഴുതി വെച്ച് ഇത് നിങ്ങൾക്ക് മെയിൽ എനിക്ക് അയക്കാം. സോ ഞാൻ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഞാനത് നോക്കി കറക്റ്റ് ചെയ്ത് ആ മെയിലിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്, ഒരു സെൻറ്റൻസിൽ തന്നെ 2ഉം 3ഉം ചിലപ്പോൾ നൗൺസ് ഉണ്ടാവും. ഓക്കെ, ഒരു നൗൺ മാത്രം ആയിരിക്കണം എന്നില്ല, മേ ബി 1 or 2 നൗൺസ് വരും. സോ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത്രയാണ് നൗൺസിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പം ശരി, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക മക്കളെ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്. ഓക്കെ, നൗണിൻ്റെ ഒരു ബേസിക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നല്ലോണം നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ. സോ ഡു പ്രാക്ടീസ്. സോ ഞാൻ മോർ ക്വസ്റ്റ്യൻസ് ഞാൻ ആക്ച്വലി ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണുക, കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഏതൊക്കെയാണ് നൗൺ എന്നുള്ളത് ഈ കണ്ട ക്ലാസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡി ഞാൻ തന്നിട്ടുണ്ട്. ഈ കാണുന്ന ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ വാട്ട്, അത്രയേ ഉള്ളൂ. സോ വെനെവർ ഐ ഗെറ്റ് ടൈം ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഗൈസ്. എന്തായാലും ചെയ്യും, നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും ടൈം കിട്ടുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. സോ നമ്മുടെ ഞാൻ ഈ തന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്താ, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.